നമസ്കാരം. രാജ്യത്തെ സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ചർച്ചകൾ ശക്തമാവുന്ന ഈ സമയത്ത് രാഷ്ട്രീയ രംഗത്ത് സജീവമായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ നേരിടുന്ന ബലാത്സംഗ ആരോപണങ്ങൾ സമൂഹത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. പരാതിക്കാരി ഉന്നയിച്ച ആരോപണങ്ങൾ അതീവ ഗൗരവത്തോടെയാണ് പോലീസ് വിലയിരുത്തുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷയൊന്നും വകവയ്ക്കാതെ അറസ്റ്റിനാവശ്യമായ നീക്കങ്ങൾ പോലീസ് ആരംഭിച്ചിട്ടുണ്ടെന്നത് വിഷയത്തിന്റെ ഭീകരത വ്യക്തമാക്കുന്ന ഒന്നാണ്. വെള്ള ഖദറിട്ട് നടക്കുന്ന നേതാക്കന്മാരുടെയൊക്കെ ഉള്ള് ഇത്രമാത്രം കറുപ്പ് കൊണ്ട് നിറഞ്ഞതാണെന്ന് കേരള സമൂഹം ഞെട്ടലോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ലൈംഗികാരോപണ കേസ് പുറത്തു വന്നതോടെ തിരിച്ചറിഞ്ഞത്. എന്നാൽ രാഷ്ട്രീയവും അധികാരവും കയ്യിലുള്ളവർക്ക് എപ്പോഴും മുൻപന്തിയിൽ തന്നെയാണ് ഇരിപ്പിടം എന്നത് ഒന്നും കൂടി ഉറപ്പാക്കിക്കൊണ്ട് രാഹുൽ മാളത്തിൽ ഒളിച്ചിരിക്കുകയാണെങ്കിലും രാഹുലിന് വേണ്ടി അണികൾ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. പെൺകുട്ടിയുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ടാണ് രാഹുലിന്റെ വാലാട്ടികളുടെ പ്രകടനം പുറത്തു വന്നു തുടങ്ങിയത്. ഇതേസമയം സ്വാധീനമുള്ള വ്യക്തികൾക്കെതിരായ പരാതികളിൽ സാധാരണ കാണുന്ന ഒരു വലിയ വെല്ലുവിളി ഇവിടെയും നിലനിൽക്കുന്നു. ഇരകളെ അപകീർത്തിപ്പെടുത്തൽ, മനുഷ്യത്വം തകർക്കുന്ന അപവാദങ്ങൾ, സാമൂഹിക സമ്മർദ്ദങ്ങൾ, ഓൺലൈൻ ആക്രമണങ്ങൾ എന്നിവ പതിവ് ആക്രമണ രീതികളാണ്. അതുതന്നെയാണ് ഇവിടെയും നടപ്പിലാകുന്നത്. ഈ പ്രവണത കടുത്ത നിന്ദയും പ്രതിരോധവും അർഹിക്കുന്നു എന്നതാണ് അതിന്റെ മറ്റൊരു വശം. ഒരു സ്ത്രീ കഠിനമായ ഒരു ആരോപണം ഉന്നയിച്ച് മുന്നോട്ട് വരുമ്പോൾ അവൾ നേരിടുന്ന പ്രതിസന്ധികളെ നമ്മൾ ഉൾക്കൊള്ളാനും അവളുടെ സുരക്ഷയും മാനസിക ശക്തിയും സംരക്ഷിക്കാനും സമൂഹം ബാധ്യസ്ഥപ്പെട്ടിരിക്കുന്നു. ഇരയെന്നോ അതിജീവിത എന്നോ മാത്രം ലൈംഗികാതിക്രമത്തിന് ഇരയാകുന്ന പെൺകുട്ടിയെ വിശേഷിപ്പിക്കണമെന്നും അവരുടെ മുഖവും ചിത്രങ്ങളും പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നുമടക്കം നിരവധി നിയമങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യത്താണ് ഇത്തരത്തിലൊരു സ്ത്രീക്കെതിരെ അതിക്രമം ഉണ്ടായി എന്ന് വിളിച്ചു പറയാനുള്ള ധൈര്യം ആ പെൺകുട്ടി കാണിച്ചപ്പോൾ പരോക്ഷമായ രീതിയിൽ പെൺകുട്ടിയുടെ മുഖം വെളിവാക്കിക്കൊണ്ട് സൈബർ പോരാളികൾ രംഗത്ത് വന്നിരിക്കുന്നത്. ചെയ്ത ലൈംഗിക കുറ്റത്തെക്കാളും ഗർഭചിത്രം എന്ന് പറയുന്ന അതിക്രൂര നടപടിയെക്കാളും ഒക്കെ പൈശാചികത നിറഞ്ഞതാണ് ആ പെൺകുട്ടിയെ പൊതുസമൂഹത്തിലേക്ക് വലിച്ചു കീറാൻ ഇട്ടുകൊടുക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെയുള്ള അദ്ദേഹത്തിന്റെ അണികളുടെയും മനസ്സിന്റെ ദുഷിപ്പ് എന്ന് വേണം പറയാൻ. ബലാത്സംഗം ഒരു കുറ്റം മാത്രമല്ല, ഒരു വ്യക്തിയുടെ ജീവിതം തന്നെ തകർത്തു തള്ളുന്ന ക്രൂരമായ അതിക്രമമാണ്. ഈ കേസിൽ മുന്നോട്ട് വരുന്ന പരാതിക്കാരിക്ക് ധൈര്യത്തോടെ കുറ്റമുന്നയിക്കാൻ സാധിച്ചുവെങ്കിലും ഇത്തരം സാഹചര്യങ്ങളിൽ അനുഭവിക്കേണ്ട മാനസിക ശാരീരിക ആഘാതം അതിരുകളില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ഇരകളുടെ വാക്കുകളെ വിശ്വാസത്തോടെ കേൾക്കുന്ന ഒരു സമൂഹമാണ് ആവശ്യമായിട്ടുള്ളത്. മുൻവിധികളില്ലാതെ, ഭീഷണിയില്ലാതെ, രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളില്ലാതെ ഏതൊരാൾക്കും അത് തുറന്നു പറയാൻ കഴിയണം. പോലീസ് എല്ലാ ദിശകളിലും അന്വേഷണം തുടരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. വിവിധ ജില്ലകളിൽ തെളിവ് ശേഖരണം, സാക്ഷിമൊഴികൾ എന്നിവ ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. ഇതോടൊപ്പം പ്രതി രാജ്യത്ത് നിന്ന് രക്ഷപ്പെടാതിരിക്കാനായി ലുക്കൌട്ട് നോട്ടീസ് വരെ പുറപ്പെടുവിച്ചു കഴിഞ്ഞു. അന്വേഷണ ഏജൻസികൾ കേസിനെ എത്ര ഗൗരവത്തോടെ കൈകാര്യം ചെയ്യുന്നു എന്നതിന്റെ മറ്റൊരു തെളിവാണിത്. നിയമ നടപടികൾ നീതിയിലേക്ക് വഴിയൊരുക്കണമെന്നത് ഉറപ്പാക്കുന്നതിനുള്ള ഈ ജാഗ്രത സമൂഹത്തിന് ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്. എന്നാൽ അറസ്റ്റ് വൈകും തോറും പെൺകുട്ടി അനുഭവിക്കേണ്ടി വരുന്ന പ്രത്യാഘാതങ്ങൾ, തെളിവ് നശിപ്പിക്കാനുള്ള പ്രതിയുടെ സാധ്യത എന്നിവയൊന്നും തള്ളിക്കളയാനാവില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ കോടതി പരിശോധിക്കുന്നുവെങ്കിലും ഇത്തരത്തിലൊരു കേസിൽ പൊതുജനം പിന്തുണയ്ക്കേണ്ടത് എല്ലായ്പ്പോഴും ഇരയാക്കപ്പെടുന്നവരുടെ നീതിബോധത്തിനും അവരുടെ സുരക്ഷയ്ക്കുമാണ്. നീതി ലഭിക്കുന്നതുവരെ ഈ കേസ് ഉദാസീനമാവരുത്. ആരുടെയും രാഷ്ട്രീയമായതോ സാമൂഹികമായതോ ആയ സ്വാധീനം നിയമത്തെ മറികടക്കാൻ അനുവദിക്കരുത്. അന്വേഷണം പുരോഗമിക്കുമ്പോൾ നിയമപ്രക്രിയ എത്ര ശക്തവും പക്വവുമായിട്ടാണ് മുന്നേറേണ്ടതെന്ന് ഈ കേസും നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഒരു സമൂഹം സൃഷ്ടിക്കപ്പെടണമെങ്കിൽ അവരുടെ വാക്കുകൾ കേൾക്കപ്പെടണം. അവർക്കൊപ്പം നിൽക്കുന്നവരുടെ ശബ്ദം ശക്തമാകണം. നീതി നടപ്പാക്കാനുള്ള സംവിധാനങ്ങൾ കൃത്യതയോടെ പ്രവർത്തിക്കണം. സംശയങ്ങളെല്ലാം മറനീക്കി പുറത്തു വരുന്നതുവരെ ആരെയും ഇരയെന്നോ പ്രതിയെന്നോ വിളിക്കാൻ കഴിയില്ല എന്നത് സത്യമാണ്. പക്ഷെ നിയമത്തെ നേരിടേണ്ടത് നിയമത്തിന്റെ വഴിയിൽ കൂടി തന്നെയാണ്. അല്ലാതെ വളഞ്ഞ വഴിയിൽ മാളത്തിൽ ഒളിച്ചിരുന്നു കൊണ്ട് സൈബർ പോരാളികളെ മുൻനിർത്തി യുദ്ധം നടത്തുന്നത് ഒരു രാഷ്ട്രീയക്കാരനും യോജിച്ചതല്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനിയെങ്കിലും തിരിച്ചറിയണം.